കണ്ണൂർ പിണറായി കായലോട് യുവതിയുടെ ആത്മഹത്യയിൽ കുടുംബത്തെ തള്ളി പോലീസ്. റസീനയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. ഒരു സംഘം ഭീഷണിപ്പെടുത്തിയെന്ന് കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞു. എന്നാൽ റസീനയുടെ ആത്മഹത്യയ്ക്ക് കാരണം ആൾസുഹൃത്താണെന്നായിരുന്നു മാതാവ് ഫാത്തിമയുടെ പ്രതികരണം. അതേസമയം മധ്യസ്ഥ ചർച്ച എന്ന നിലയിലാണ് SDP ഓഫീസിൽ വേദി ഒരുക്കിയതെന്ന് SDP ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടിപ്പറമ്പും പറഞ്ഞു. റിപ്പോർട്ട് കാണാം ആദ്യം. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. റസീനയുടെ ആൺസുഹൃത്തും കായലോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 യുവാക്കൾ ബൈക്കിലെത്തി. തുടർന്ന് ഇവരുമായി തർക്കത്തിലേർപ്പെട്ടു. റസീനയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതിനു ശേഷം ആ യുവാവിനെ മർദ്ദിക്കുകയും പിന്നീട് SDP ഓഫീസിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് വിചാരണ നടത്തുകയും ചെയ്തു. ചൊവ്വാഴ്ച രാവിലെയാണ് റസീനയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഒപ്പം പോലീസിന് ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചു. ആത്മഹത്യാക്കുറിപ്പിൽ അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളുണ്ട് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സാഹചര്യ തെളിവുകളും മൊബൈൽ ഫോണിലെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിന്റെ ഇടയിൽ കുറെ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പറിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ പോലീസിന്റെ വാദം പൂർണ്ണമായും റസീനയുടെ മാതാവ് തള്ളുകയാണ്. അറസ്റ്റിലായ പ്രതികൾ നിരപരാധികളാണ്. യഥാർത്ഥ പ്രതി റസീനയുടെ ആൺ സുഹൃത്താണ് എന്നും മാതാവ് ആരോപിക്കുന്നു. പിന്നെ ചെറുച്ചെക്കനുമായിട്ടുള്ള ഇതിപ്പോ 3 വർഷമായി പോലും ഇപ്പൊ നമ്മളറിയാം. സ്വർണ്ണമില്ല, കുറെ പൈസ കുറേ കടം വന്നിട്ടുണ്ട് നമുക്ക്. ചെക്കനുമായിട്ട് കൂട്ടിയിട്ട് അതിന്റെ തിരെ നമ്മളൊന്നും കണ്ടുകൂടാ. കുറച്ച് നാളായി ഇപ്പൊ നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. നമുക്ക് നീതി കിട്ടണം. ഇതിൽ ഒരു പാർട്ടി എന്ന നിലയിലല്ല ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നതാണ് SDP വിശദീകരണം. പെൺകുട്ടിയുടെ ബന്ധുക്കൾ SDP പ്രവർത്തകരാണ്. അവരാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും മധ്യസ്ഥ ചർച്ചയ്ക്ക് വേദി ഒരുക്കുകയായിരുന്നു SDP ഓഫീസെന്നും നേതാക്കൾ വിശദീകരിച്ചു. കസിൻ ബ്രദറെ കാണുന്നു, തന്റെ സിസ്റ്റർ അവിടെ നിന്ന് വേറൊരുത്തനായി സംസാരിക്കുന്നു. ഉമ്മാനെ ഉപ്പാനെ അറിയിക്കുകയാണ്, ഇങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ ഒന്ന് കൂട്ടിയിട്ട് പോയി. ഇവനതിൽ അവരെ ചോദ്യം ചെയ്യലോ ഫർദർ സംസാരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കുടുംബവും പോലീസും 2 തട്ടിലായ സ്ഥിതിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ആരോപണം കൂടി പരിശോധിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തും. കൂടുതൽ പ്രതികൾ ഉണ്ടെങ്കിൽ അവരെ കൂടി അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. ഈ സംഭവത്തിൽ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ നമുക്ക് തേടാം. അഫ്സൽ, DYFI ജില്ലാ പ്രസിഡന്റ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ബഷീർ കണ്ണാടിപ്പറമ്പ് SDP ജില്ലാ പ്രസിഡന്റാണ്, അദ്ദേഹം നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ അഫ്സൽ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്താ SDP പ്രതികരണം വരുന്നത്? SDP വേട്ടയാടുകയാണ്, നിങ്ങൾ ഭരണത്തിൻ്റെ തണലിൽ എന്നൊരാരോപണം ഉന്നയിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ വളരെ ഗൗരവമേറിയ ഒരു പ്രതികരണം CPMന്റെ മുതിർന്ന നേതാവ് കേന്ദ്ര കമ്മിറ്റി അംഗമായ PK ശ്രീമതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. അതായത് ഒരു താലിബാനിസമാണ് ഇവിടെ നടന്നത് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് PK ശ്രീമതി ഈ സംഭവത്തെ അപലപിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തേണ്ടി വന്നത് പാർട്ടിക്ക്? കാരണം PK ശ്രീമതി എന്ന് പറയുന്നത് പാർട്ടിയുടെ നിലപാടായിട്ടാണ് അത് വരുന്നത്. ശ്രീ അഫ്സൽ. കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പാണ് റസീന എന്ന് പറയുന്ന യുവതി ആത്മഹത്യ ചെയ്യുന്ന നിലയുണ്ടായിരുന്നു. റസീനയുടെ ആത്മഹത്യ നടന്നതിന് ശേഷം ഏതെങ്കിലും വിധത്തിലൊരു പരാതി പോലീസിനകത്ത് ആരെങ്കിലും നൽകിയതായി അറിവില്ല. റസീനയുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സന്ദർഭത്തിലാണ് അവിടുന്ന് ആത്മഹത്യാക്കുറിപ്പ് ലഭ്യമാവുന്നത്. ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് ലഭ്യമായപ്പോൾ ആ കുറിപ്പിന്മേൽ അന്വേഷണം നടത്തിയ സമയത്താണ് അവിടെ നടന്ന സംഭവവികാസങ്ങളെ സംബന്ധിച്ച് പോലീസിന് ബോധ്യപ്പെടുന്നത്. അതായത് റസീനയും ഒരു യുവാവും സംസാരിക്കുന്നതിനിടയിൽ അവരെ അവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി. റസീനയെ പിന്നീട് വീട്ടിലേക്ക് അയച്ചു. ഈ യുവാവിനെ മണിക്കൂറുകളോളം ഗ്രൗണ്ടിൽ വെച്ച് മർദ്ദിച്ചു, അതോടൊപ്പം ചോദ്യം ചെയ്തു എന്നുള്ളതൊക്കെയാണ് പത്രമാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ മറ്റ് പോലീസിന്റെ അന്വേഷണത്തിലൂടെയെല്ലാം
മനസ്സിലാവുന്നത്. അപ്പോ അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ സംബന്ധിച്ച് ആ ആത്മഹത്യാ കുറിപ്പിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ പ്രദേശത്തെ STPയുടെ സജീവ പ്രവർത്തകരാണ്, അവിടുത്തെ നേതൃത്വമാണ്. ഏതെങ്കിലും നിലയിൽ ഇപ്പോ ഇടതുപക്ഷത്തിന്റെ അനുഭാവികളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും ഒരു പരാതി കൊടുത്ത് അവരെ കള്ളക്കേസിൽ കുടുക്കിയതല്ല. ഈ ആത്മഹത്യ ചെയ്തിട്ടുള്ള യുവതിയുടെ ആത്മഹത്യാ കുറിപ്പിലുള്ള പേരുകളെ വെച്ച് അന്വേഷിച്ച സമയത്താണ് STPയുടെ പ്രവർത്തകർ അറസ്റ്റിലായിട്ടുള്ളത്. മാത്രമല്ല STPയുടെ ഓഫീസിൽ വെച്ചാണ് അതിന്റെ മധ്യസ്ഥ ചർച്ചകളും അതോടൊപ്പം തന്നെ മറ്റ് നടപടികളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. STPയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഈ സദാചാര പോലീസിംഗ് നടത്തി വരുന്ന ഒരു സംവിധാനം തന്നെയാണ്, ഒരു സംഘടന തന്നെയാണ്. അവര് ഈ പറയുന്ന പോലീസിന്റെ അന്വേഷണത്തിനും അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? നമ്മുടെ ഒരു ജനാധിപത്യ നാടിന് ഭൂഷണമായ നിലയിലാണോ അവർ നടത്തിയ പ്രവർത്തനം? നിങ്ങൾ നോക്കൂ, ഒരു പ്രായപൂർത്തിയായ ആളിന് അവർ ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് ആർക്കെങ്കിലും അധികാരമുണ്ടോ? അത് അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ? മൗലികാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റല്ലേ അവിടെ ഉണ്ടായത്? അതിന്റെ പശ്ചാത്തലത്തിലല്ലേ അവർ ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് പോയിട്ടുള്ളത്, മാനഹാനിയുടെ ഭാഗമായിട്ട്? അപ്പൊ ഇത് അതീവ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. നാട്ടിലിപ്പോ ആളുകൾ സൗഹൃദം പങ്കിടുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സദാചാര പോലീസിംഗ് പോയി നാട്ടിലാകെ ഇടപെടാൻ തുടങ്ങിയാൽ ഇവിടെ എന്തെല്ലാം പ്രശ്നമാണ് ഉണ്ടാവുക? ഈ STP ഇത്തരത്തിലുള്ള പ്രവർത്തനം മുന്നേയും നടത്തിയിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് തലശ്ശേരി മുബാറക് സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ ടൂർ പോകുന്ന സമയത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ അന്ന് അവിടെ ശക്തമായ ഇടപെടൽ രക്ഷിതാക്കളുടെ ഭാഗത്തും മറ്റും ഉണ്ടായി. അവിടെ ടൂർ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ സദാചാര പോലീസ് നടത്തുന്ന ഒരു തീവ്രവാദ സംഘമായി STP മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഘപരിവാരവും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സംഘപരിവാരവും STPയും നാട്ടിൽ സദാചാര പോലീസിംഗായി പ്രവർത്തിക്കുന്ന അനുഭവമല്ലേ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്? തീർച്ചയായും അതാണ് തന്നെയാണെന്നാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അഫ്സൽ മടങ്ങിയെത്താം. ശ്രീ ബഷീർ കണ്ണാടി, അതായത് നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു നാടാണ്. ആർക്ക് ആരോട് സംസാരിക്കണം അതൊക്കെ തന്നെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ അത് നിഷ്കർഷിക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെ SDPയുടെ ഓഫീസിൽ കൊണ്ടുപോയി വിചാരണ നടത്തി അവരെയൊക്കെ തന്നെ വിചാരണയ്ക്ക് വിധേയമാക്കി സാധന സാമഗ്രികൾ പിടിച്ചു വാങ്ങുക. അപ്പോൾ തികഞ്ഞ ഗുണ്ടായിസം, ക്രിമിനലിസം, അതായത് സദാചാര പോലീസിംഗ് ആണോ SDPയുടെ പ്രവർത്തകർ, അതായത് SDPയുടെ പ്രവർത്തകർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്? ഈ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ കുട്ടികൾ നടത്തിയത് എന്ന രീതിയിലാണ് നിങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നത്. ഇതിനെ അപലപിക്കേണ്ട വിഷയമല്ലേ ശ്രീ ബഷീർ കണ്ണാടി? ഇത് ആദ്യം തന്നെ മുഴുവൻ അഫ്സൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് വസ്തുനിഷ്ഠമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ ആത്മഹത്യ ചെയ്ത ആ സഹോദരിയുടെ വീട്ടിൽ കുറച്ച് മാസങ്ങളായി അസ്വസ്ഥതകളുണ്ടായിരുന്നു. ആ അസ്വസ്ഥതയുടെ ഭാഗമായി വീട്ടിൽ ആളുകൾ ഒരു കെയറിങ് ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തുണ്ടായിരുന്നു. ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട SDPയുടെ പ്രവർത്തകനായ ഈ കസിൻ ബ്രദർ, ഈ സഹോദരിയുടെ കസിൻ ബ്രദറെയാണ് ഒന്ന് അറസ്റ്റ് ചെയ്തത്. ഇത് വളരെ ഈ യുവതിയും ഒരു അപരിചിതനായാലും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ഇവരുടെ കെയറിങ്ങിൻ്റെ ഭാഗമായി ഒരു ശ്രദ്ധ വന്നു. ഉടനെ ഈ വീട്ടിൽ നേരത്തെ സ്വർണം നഷ്ടപ്പെട്ടതായിട്ടും സാമ്പത്തികമായ ചൂഷണത്തിന് ഈ സഹോദരി വിധേയമാകപ്പെടുന്നതായും ഉള്ള സംസാരങ്ങൾ ഈ കുടുംബത്തിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ SDP പ്രവർത്തകനായ ഈ കസിൻ ബ്രദർ ഈ കുടുംബത്തെ വിളിച്ചറിയിക്കുകയും കുടുംബം വന്ന് റസീനയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത്. സ്വാഭാവികമായി അവിടെ ഒരു ചൂഷണത്തിന് വിധേയമായി പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭർത്യമതിയായ കുട്ടികളുടെ മാതാവായ വളരെ നല്ല രീതിയിൽ ദാമ്പത്യം മുന്നോട്ട് പോകുന്ന സഹോദരിയുടെ അവരുടെ ജീവിതം നിലനിർത്തേണ്ടത്, അവരുടെ വൈവാഹിക ബന്ധം നിലനിർത്തേണ്ടത് ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു ബാധ്യതയായിരുന്നിരിക്കെ കൃത്യമായി അവരതിൽ ഇടപെടുകയും ഇവൻ്റെ വീട്ടുകാർ 3 മാസം ഗർഭിണിയായ ഭാര്യയുള്ള ഈ റസീനയുടെ സുഹൃത്ത് എന്ന് പറയുന്ന അവരുടെ വീട്ടുകാരെ കുടുംബക്കാർ വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നിങ്ങളൊന്ന് വരണം, ഈ വിഷയം നമുക്ക് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ
വൈകിട്ടോടുകൂടി ഒരു 7 മണിയോടുകൂടി അവിടെ പൗര പ്രമുഖന്മാരുടെ സാന്നിധ്യത്തിൽ ഈ ഈ ഇദ്ദേഹത്തിൻ്റെ റസീനയുടെ കാമുകൻ എന്ന് പറയുന്ന റയീസിൻ്റെ കുടുംബക്കാർ പറമ്പായിൽ വരികയും അതിൻ്റെ കൂടെ തന്നെ ആ നാട്ടിലെ പൗരപ്രമുഖനായ റസീനയുടെ പിതാവിൻ്റെ അനുജൻ, റസീനയുടെ പിതാവ്, അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹി, മഹ്ലു ഭാരവാഹി തുടങ്ങിയ ആളുകൾ ഒരു അനുരഞ്ജന ചർച്ച ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാൻ പാടില്ല, ഇതിവിടെ അവസാനിപ്പിക്കണം. അതൊരു ധാർമ്മിക ബോധമുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിന് മേലെ അവരവിടെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ അനുരഞ്ജനത്തിലൂടെ പിരിഞ്ഞു പോവുകയും ചെയ്ത സംഭവമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഉമ്മ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് പിന്നീട് അപ്പോൾ ഞാനൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ മാതാപിതാക്കളുടെയും സഹോദരന്റെയും കർത്തവ്യമൊക്കെ പരമപ്രധാനമാണ്, അതിനെ ആരും കുറച്ച് കാണിക്കുന്നില്ല. പക്ഷെ എന്തിനാണ് പിന്നീട് ഈ യുവതി ആത്മഹത്യ ചെയ്യുന്നത്? വെറുതെ അങ്ങനെ അനുരഞ്ജനത്തിന്റെ പാതയിലൂടെയൊക്കെ സൗമ്യതയോടുകൂടി ശാന്തമായി എല്ലാ കാര്യങ്ങളും അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി പിന്നെ എന്തിന് ഈ യുവതി ആത്മഹത്യ ചെയ്യണം? ആത്മഹത്യ ചെയ്യണമെന്ന് മാത്രമല്ല, ആത്മഹത്യ കുറിപ്പിലെ വരികൾ അത് നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്നുണ്ടോ? പോകട്ടെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുക. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരാതി ഒരു തുണ്ട് കഷ്ണത്തിലോ പേപ്പർ കഷ്ണത്തിലോ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടവർ നൽകിയോ? ഇല്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വിചാരണ നടന്നു. പോലീസിന്റെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഈ ആത്മഹത്യാക്കുറിപ്പിൽ വെറുതെ ആരും എഴുതി വെക്കല്ലോ, ഈ സുഹൃത്തിനൊരു പങ്കുമില്ല. അവിടെ നടന്നത് ഒരാൾക്കൂട്ട വിചാരണയെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ മരണപ്പെട്ടിരിക്കുന്ന യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അത് മുഖവിലക്കെടുത്തേ പറ്റൂ. അത് നിങ്ങൾ പോലെയുള്ള ആളുകൾ എന്തുകൊണ്ട് അതിനോട് കണ്ണടയ്ക്കുന്നു? ഈ നിയമവ്യവസ്ഥയോട് നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള പ്രതിബദ്ധതയും ഇല്ലേ ശ്രീ ബഷീർ? നിയമവ്യവസ്ഥയോട് പൂർണ്ണാർത്ഥത്തിൽ സഹകരിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നമ്മൾ നിയമത്തെ വെല്ലുവിളിച്ചല്ല. അപ്പോൾ ഇതിൻ്റെ ഫാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഉമ്മ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്? ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികൾ നിരപരാധികളാണ്. ആ നിരപരാധികളാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? നേരത്തെയും കുറച്ച് മാസങ്ങളായി ഈ കുട്ടി മാനസികമായ അസ്വസ്ഥതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഉമ്മ പറഞ്ഞു. അവിടെ ഉമ്മയുടെ പ്രതികരണമൊക്കെ വരുന്നത് ഇപ്പോഴാണ്. ഉമ്മയെ നമ്മൾ ആരും പറയുന്നില്ല, കുറ്റം പറയുക അല്ലെങ്കിൽ അവർ വിഷമസന്ധിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങളുടെ SDPയുടെ ഓഫീസിലേക്ക് ആരാണ് അവിടെ വിളിച്ചുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ അതിന്റെ കാര്യം എന്താണ്? അതിലവിടെ നിങ്ങളുടെ റോൾ എന്താണ്? പിന്നീട് പോട്ടെ, ഒരു കുടുംബ പ്രശ്നമാണെങ്കിൽ SDPയുടെ ഓഫീസിലേക്ക് വരുമ്പോൾ SDPക്കാണ് അതിന്റെ ഉത്തരവാദിത്തം വരുന്നത്. പിന്നീട് ഈ പറയുന്ന ലാപ്ടോപ്പും ടാബും ഒക്കെ പിടിച്ചെടുക്കാൻ നിങ്ങളാരാണ്? നിങ്ങൾക്ക് എന്താണ് അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായി നിയമ സംവിധാനമോ ജനാധിപത്യ പ്രക്രിയ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ആരാണ് ഇത് വിചാരണ ചെയ്യാൻ? ഇഷ്ടമുള്ളവർ സംസാരിക്കും, അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർ എവിടെയെങ്കിലും യാത്ര ചെയ്യും. അതൊക്കെ അതിനിടയിലേക്ക് നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് റോള്? SDP എന്ന സംവിധാനത്തിന് എന്താണ് റോള്? വളരെ ക്ലിയറാണ്. ഈ വിഷയത്തിൽ SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. ഇവിടെ ഇടപെട്ടത് ഇവരുടെ ബന്ധുക്കളാണ്. ഈ ബന്ധുക്കളും പൗരപ്രമുഖരും നടത്തിയ ചർച്ചയ്ക്കൊരു സ്പേസ് നൽകി എന്ന് മാത്രമാണ് ഇവിടെ SDP റോള്. അവിടെ ഓഫീസിൽ ഇരുന്നു എന്ന് മാത്രമാണ്. ഇവിടെ ഇവരുടെ കോംപ്രമൈസിലോ ഇവരുടെ അനുരഞ്ജന വിഷയത്തിലോ ഇവർ തമ്മിലുള്ള അഗ്രിമെന്റിലോ ഒന്നും SDP എന്തല്ല ഭാഗവാക്കല്ല. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ തന്നെ മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾക്ക് ഓഫീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് മുമ്പിട്ട് ഇതാണ് പ്രശ്നം. കാരണം താങ്കൾ പറയുന്നത് പോലെ ഒരു ഗൗരവമേറിയ ഒരു കുടുംബ പ്രശ്നമായി ഇത് മാറുന്നുണ്ടെങ്കിൽ ആർക്കും ഒരു നോവുണ്ടാവാൻ പാടില്ല. ഇത് രമ്യമായി പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയെ മർദ്ദിച്ചു, ഈ യുവാവിനെ മർദ്ദിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങേയറ്റം അതിക്രൂരമായി മർദ്ദിച്ചു. പോലീസ് വെറുതെ പറയില്ലല്ലോ, അവിടുത്തെ CCTV റിക്കവർ ചെയ്യണം. അപ്പോൾ കേട്ടപാടെ SDP ഇങ്ങനെ നിഷ്കളങ്ക പരിവേഷം കൊടുക്കാൻ നിങ്ങൾ ആരാണ്? ഇതിപ്പോൾ ഒരു FIR ഇട്ട് ഒരു കേസ് എടുത്തൊരു വിഷയമാണ്. ആ കേസിന്റെ വഴിക്ക് പോകണം. എല്ലാം ശുദ്ധമാണ്. ഇത് നിങ്ങൾ ആദ്യം അങ്ങ് തീർപ്പ് കൽപ്പിക്കുന്നത് എന്തിനാണ് ശ്രീ ബഷീർ? ഈ സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് SDP പറയുന്നത്. ഇവിടെ അന്വേഷണം കൃത്യമായിരിക്കണം. അതിലൊരു മുൻവിധികളും ഉണ്ടാകാൻ പാടില്ല. CPM യഥാർത്ഥത്തിൽ SDP രാഷ്ട്രീയ വളർച്ച, പ്രത്യേകിച്ച് ധർമ്മടം മണ്ഡലം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ SDP 4 വാർഡ് മെമ്പർമാരുണ്ട്. ആ SDP ഈ പറമ്പായി മേഖലയിലെ SDP വളർച്ച, പ്രത്യേകിച്ച് യുവാക്കൾ SDP പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം, ഒരു പകപോക്കൽ ആർക്കുണ്ട്? CPM സംബന്ധിച്ചിടത്തോളം CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ഈ പെൺകുട്ടിയുടെ പിതാവ്. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ മാതാവും ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. ഇവർ പറഞ്ഞിരിക്കുന്ന വാർത്തകൾക്ക് അല്ലെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്ന മൊഴികൾക്ക്
അത് ശരിയല്ല. ഇത് പറയുന്ന പോലീസ് ഭാഷ്യമാണ് ശരി എന്ന് പറയുന്നത്. ശ്രീ ബഷീർ, മുമ്പും ഈ സംഭവം ഉണ്ടായത് അഫ്സൽ പറയുന്നുണ്ടല്ലോ, സമാന സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എസ് ഡി പി അവിടെ ഒരു വിചാരണ നടത്തുകയാണ്, SDP ഒരാൾക്കൂട്ട വിചാരണയൊക്കെ നടത്തി കയ്യൂക്ക് കാണിക്കുകയാണ് എന്ന് ഉദാഹരണം സഹിതം അഫ്സൽ പറയുകയാണ്. അഫ്സൽ അവിടുത്തെ നാട്ടുകാരനാണല്ലോ. ഞാൻ അഫ്സലിലേക്ക് വരാം, ഞാൻ ശ്രീ ബഷീറിലേക്ക് വരാം. അഫ്സൽ ഇപ്പോൾ എന്താണ് പറയുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ പ്രസിഡന്റ് പറയുന്നത് നിങ്ങൾ പകപോക്കുകയാണ്. SDP അവിടുത്തെ വളർച്ച കണ്ട് SDP പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കരിവാരിത്തേക്കാനും അവിടുത്തെ പ്രവർത്തകർക്കൊരു ഭീഷണിപ്പെടുത്തി അവരെ കള്ളക്കേസിൽ കൊടുക്കുന്നു. അതിൻ്റെ ചുവട് പിടിച്ചുള്ള പരാതി കേസ് പോലീസ് ഒപ്പം നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഈ SDP പ്രവർത്തകർക്ക് നേരെ കേസ് വരാൻ എന്താണ് കാരണം? CPIM പരാതിയാണോ? DYFIയുടെ പരാതിയാണോ? ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് ആത്മഹത്യാക്കുറിപ്പിൽ ഈ പറയുന്ന ആളുകളുടെ പേര് വന്നതുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് പോലീസ് അന്വേഷിക്കുമ്പോഴാണ് ഇതിന്റെ ക്രൂരമായ സ്വഭാവത്തെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇപ്പോ SDP നേതാവ് ഇതിൽ കൂടുതലൊന്നും പറയൂല എന്ന നല്ല ബോധ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അല്ലെങ്കിൽ അയാൾ SDP നേതാവായി നിൽക്കില്ലല്ലോ. ഇത്ര ജനാധിപത്യ വിരുദ്ധമായ ആളുകളുടെ മൗലികാവകാശത്തിന്മേൽ കടന്നു കയറിക്കൊണ്ടുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുത്തിട്ട് അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി വരുന്നത് നമ്മുടെ ജനാധിപത്യ കേരളത്തിന് ഭൂഷണമായ കാര്യമല്ല. നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയായ ആളുകൾക്ക് ഇന്ത്യൻ നിയമപ്രകാരം കേരള ഹൈക്കോടതി തന്നെ ആരോട് സംസാരിക്കണം ആരോട് സംസാരിക്കണ്ട എന്നുള്ളത് അവരുടെ വിവേചനാധികാരമാണ്. ആ വിവേചനാധികാരം SDP വളർച്ച നിങ്ങൾക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ടോ? അവിടെ SDP വളർച്ച പ്രദേശത്തെ വളർച്ച നിങ്ങൾക്ക് വെല്ലുവിളി, നിങ്ങൾക്ക് ഹാലിളക്കം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ബഷീർ. എന്ത് SDP എന്ത് വളർച്ചയെ കുറിച്ചാണ് ഇവർ പറയുന്നത്? ആരാണ് ഇവരുടെ കൂടെ ഉള്ളത്? ഈ പറയുന്ന SDP ജനങ്ങൾ സ്വീകാര്യമായി കാണുന്നേയില്ല. ഇവർ ഒരു തീവ്രവാദ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. തീവ്രവാദ സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംവിധാനമാണ്. ഇവരുടെ ഈ പറയുന്ന ഈ പിണറായി പഞ്ചായത്തില് SDP എത്ര വാർഡ് മെമ്പറാണ് ഉള്ളത്? ഇവർ പറ. SDP എത്ര മെമ്പർമാരുണ്ട് പിണറായി പഞ്ചായത്തിൽ? ഈ പറമ്പായി ഉൾപ്പെടുന്ന ദേശത്ത് എത്ര ആളുകളാണ് ഉള്ളത്? ഇത് വെറുതെ ഈ പറയുന്ന ഇതിലെ രാഷ്ട്രീയം കലർത്താനൊന്നും നമ്മൾ ആദ്യഘട്ടത്തിൽ വന്നിട്ടൊന്നുമില്ല. പോലീസിന്റെ അന്വേഷണത്തിനിടയിൽ SDP ക്രൂരമായ മുഖത്തെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞ സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള പൈശാചികമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കാനാണ് ഇപ്പോ നമ്മൾ ഇടപെടുകയും പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന ഈ നേരത്തെ SDP നേതാവ് പറഞ്ഞല്ലോ, എന്തോ അവിടുന്ന് പണം സമാഹരിച്ചു, സ്വർണം സമാഹരിച്ചു. പണം സമാഹരിച്ചാൽ സ്വർണം കട്ടുകൊണ്ടുപോയാൽ എന്താ നമ്മൾ ചെയ്യുക? ഇവിടെ ഇപ്പോ ഈ മാതൃഭൂമി ചാനൽ അവതാരകൻ എന്താ നിങ്ങളുടെ വീട്ടിൽ സ്വർണം പോയാൽ ചെയ്യുക? ഈ രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ടുവന്ന് ചർച്ച നടത്തി ഇടപെടുകയാണോ ചെയ്യുക? അല്ല മറ്റേതെങ്കിലും വിധത്തിൽ ഇടപെടുകയാണ്? നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുകയല്ലേ ചെയ്യുക? അങ്ങനെ പോലീസിൽ എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഇവിടെ ഈ പറയുന്ന വിധത്തിൽ തെറ്റായ പ്രവർത്തനം നടത്തി ക്രൂരമായ നടപടി സ്വീകരിച്ച് ഒരു യുവതി ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക്, ഒരു യുവതിയെ കൊലപ്പെടുന്ന നിലയിലേക്ക് വന്നിട്ട് അതിനെ ന്യായീകരിക്കാതെ ഈ പറയുന്ന ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം എന്തൊരു ഒരു വൃത്തികെട്ട നിലയിലാണ് ഈ പറയുന്ന ഈ സംഭവത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി SDP നേതൃത്വം മുന്നോട്ട് വരുന്നത്. ഇവർ ഈ സംവിധാനങ്ങളൊക്കെ ഈ നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോ ഇവിടെ പറമ്പായിൽ SDP ആണ്. നേരത്തെ ഞാൻ മുബാറക് സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞു. നേരത്തെ എറണാകുളത്ത് മറ്റേ സംഘപരിവാരത്തിന്റെ ഒരു സംഘടനയാണ് വാലന്റൈൻസ് ഡേക്ക് മറ്റേ ചൂരലുമായി നടന്നിട്ടുള്ളത്. ഇങ്ങനെ കുറെ സദാചാര ടീം ഇങ്ങനെ ഇറങ്ങി നാട്ടിൽ ഇങ്ങനെ നിയമം കയ്യിലെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? വല്ല ക്രമസമാധാനം ഇവിടെ ഉണ്ടാവുമോ? അതുകൊണ്ട് അപകടകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലുള്ള സംഘടനകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ പോലീസിനോട് സദാചാര ഗുണ്ടായിസത്തോട് ഉള്ള നിങ്ങളുടെ നിലപാടുണ്ട് എന്താണ് ശ്രീ ബഷീർ? ഈ സദാചാര ഗുണ്ടായിസം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റം, ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള അസഹിഷ്ണുത, ഇത് എതിർക്കപ്പെടേണ്ടതാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും ഭൂഷണമായ കാര്യങ്ങളല്ല. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം,
ഒരു യുവതി ഒരു അല്ല, minute. ഒരു ഞാൻ ഒന്ന് പറയട്ടെ. സ്ത്രീ ഒരു പുരുഷനോട് സംസാരിച്ച് നിന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ അങ്ങ് വിവാഹിതയാണെന്ന് കരുതുക. ആ സ്ത്രീ ഒരു സ്ഥലത്ത് വെച്ച് ഒരു പുരുഷനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കാം ഇക്കാര്യത്തിൽ SDP നിലപാട് എന്തായിരിക്കാം? അതിന് മൗലിക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിന് മൗലിക അവകാശമല്ല ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ അതിലൊന്നും ഇടപെടുന്നില്ല, ഇടപെടാൻ പാടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സുഹൃത്തെ, ഞാൻ ഒന്ന് പറയട്ടെ. ഓക്കെ, ഞാൻ നിങ്ങൾ പറയുമ്പോൾ അനങ്ങാതിരുന്നല്ലോ, സംസാരിച്ചില്ലല്ലോ. ഒന്ന് ഞാൻ പറയുന്നത് ഇവിടെ ഈ മൗലിക അവകാശത്തിന് മേലെയുള്ള കടന്നു കയറ്റമല്ല ഇവിടെ സംഭവിച്ചത്. എന്താ? പറഞ്ഞോളൂ ബഷീർ. ഇവിടെ സംഭവിച്ച കാര്യം എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇവിടെ ഒരു സംശയാസ്പദമായ കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്കല്ല, ഞാൻ ചോദിക്കുന്നതല്ല. നമ്മള് അതിലൊരു കേസ് മറുപടി പറയേണ്ടത് ഒറ്റ കാര്യം ശ്രീ ബഷീർ, ഈ പറയുന്ന സ്വർണവും പണവും ഒക്കെ പോയി എന്ന് പറഞ്ഞ ന്യായമായ ചോദ്യമാണ്. ഇത്രയും അധികം പവൻ സ്വർണം അല്ലെങ്കിൽ അധികം അവിടെ നിന്ന് മോഷണം പോവുകയോ അല്ലെങ്കിൽ അത് തെറ്റായി അവർക്ക് മിസ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പോലീസിൽ പരാതി കൊടുക്കും. അതല്ല, ഇനി കുടുംബ തകർച്ചയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ എന്താണ് ചെയ്യുക? നമ്മൾ ആദ്യം അനുരഞ്ജനത്തിന്റെ പാത ആദ്യമൊക്കെ സ്വീകരിക്കും, പിന്നീട് കൊണ്ടുപോയി മർദ്ദിക്കുകയല്ല ചെയ്യുന്നത്. മർദ്ദിക്കുന്നതിന് വേറെ പേരിട്ടാണ് വിളിക്കുന്നത്. ആ പേരാണ് ഞാൻ ചോദിച്ചത്. ആ പേരിനോടുള്ള താങ്കളുടെ നിലപാട് എന്താണെന്ന്. അപ്പോൾ പോലീസിനെ നിങ്ങൾ സമീപിച്ചിരുന്നോ? ആ പോലീസിനെ നിങ്ങൾ എന്തെങ്കിലും ഒരു തുണ്ട് കഷ്ണത്തിലെങ്കിലും ഈ വിഷയത്തിൽ പരാതി നൽകിയോ? SDP ലെറ്റ് മീ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാം. ഞാൻ പറയുന്നത് ഇവിടെ ഡിസ്കണക്ട് ആയി. പറഞ്ഞോളൂ കേൾക്കാം. ഞാനിവിടെ പറയുന്നത് സാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് എന്ന് പറയുന്നത്, ഇവിടെ SDP ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇവിടെ പരാതി കൊടുത്തിട്ടില്ല എന്ന് പറയേണ്ടതിന്റെ ഉത്തരവാദിത്തം കേൾക്കാം ഡിസ്കണക്ട് ആയി. ഈ പരാതി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഈ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ഈ യുവതിയുടെ ഉമ്മ. ആ യുവതിയുടെ ഉമ്മയാണ് ഇന്നലെ പറയുന്നത് ഈ ആത്മഹത്യയിലേക്ക് പോകാനുണ്ടായ സാഹചര്യം ഇന്ന കാരണങ്ങളാണ്. എൻ്റെ മകൾ മാനസികമായി പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ മകൾക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ യുവതിയുടെ യുവതിയുടെ ആത്മഹത്യക്കുറിപ്പ് വ്യാജമാണോ ശ്രീ ബഷീർ? യുവതിയുടെ ആത്മഹത്യക്കുറിപ്പ് അങ്ങനെയെങ്കിൽ ഫേക്ക് ആണോ? യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ പേരുകൾ പറയുന്നുണ്ടോ? ഇല്ലല്ലോ, പേര് പറയുന്നില്ലല്ലോ. അവിടെ ഒരു വിചാരണ നടന്നിട്ടുണ്ട് പറയുന്നുണ്ടല്ലോ ശ്രീ ബഷീറെ. അവിടെ ഒരു മർദ്ദനം നടന്നിട്ടുണ്ട്, ആ മൈതാനത്തേക്ക് അടക്കം കൊണ്ടുപോയി, അല്ലെങ്കിൽ വിചാരണ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഒരാൾ ജീവൻ എടുക്കണം? ഇന്നത്തെ SP-യുടെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ആത്മഹത്യാ കുറിപ്പിൽ ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച് സൂചനയുണ്ട് എന്നുള്ളത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോ വേറൊരു കാര്യം, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് പറഞ്ഞ് ക്ലിയർ ആയിക്കോട്ടെ. കുടുംബത്തിലെ പ്രശ്നമാണെങ്കിൽ അത് കുടുംബത്തിലെ അവിടെ ഏതെങ്കിലും വീടുകളിൽ വെച്ച് അവരെ ബന്ധുക്കളെ വീടുകളിൽ വെച്ചാണല്ലോ ഈ പ്രശ്നം തീർക്കേണ്ടത്. അല്ലാതെ ഈ പറയുന്ന SDP ഓഫീസിൽ പോയി തീർക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് കുടുംബ പ്രശ്നം ഇങ്ങനെ പാർട്ടി ഓഫീസിൽ വെച്ചാണോ ആളുകൾ അത് അഫ്സൽ ചോദിക്കേണ്ടത് നിങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ആ കുട്ടിയുടെ പിതാവ് മഹമൂദിനോടാണ്. മഹമൂദ് എന്തുകൊണ്ട് SDP ഓഫീസിൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇരുന്നു എന്ന് ചോദിക്കേണ്ടത് മഹമൂദിനോടാണ്. അവിടെ ക്രിമിനൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി തെറ്റായ പ്രവർത്തനം നടത്തി ഒരു യുവതി ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് വന്നിട്ട് ഈ പറയുന്ന ഈ കുട്ടീന്റെ ഉമ്മ പാർട്ടി മെമ്പറാണ് എന്നൊക്കെയാണ് പറയുന്നത്. കുട്ടീന്റെ ഉമ്മ പാർട്ടി മെമ്പറാണോ അല്ലേ എന്നതിനെ സംബന്ധിച്ച് എനക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടീന്റെ ഉമ്മ പാർട്ടി മെമ്പർ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
പിന്നെ കുട്ടിന്റെ ഉപ്പ പാർട്ടിയുമായി ബന്ധമുള്ള ആളാണ് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ ശ്രീ ബഷീർ, ഒരു കാര്യം ശ്രീ ബഷീർ, ഇതിൽ അന്വേഷണം ബോധ്യം. നടത്തേണ്ടത് പോലീസാണ്. അപ്പോൾ ഈ പോലീസിന്റെ അന്വേഷണം നടത്തി പോലീസ് ഒരു വ്യക്തത വരുത്തുമ്പോൾ പോലീസ് തള്ളിപ്പറയുകയാണ്, ഉമ്മയുടെ വാക്കുകൾ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോലീസ് പറയുകയാണ്. അപ്പോൾ പോലീസിനെ വിശ്വസിക്കരുത്, പോലീസ് പറയുന്നത് കേൾക്കരുത്, അത് ഈ ഭരണത്തിന്റെ തണലിൽ CPM പറയുന്നതാണ് പോലീസ് കേൾക്കുന്നത് എന്നാണ് അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ പ്രതികരണം വരുന്നത്. അതെന്തിനാണ്? നമുക്കൊരു നിഷ്പക്ഷമായ അന്വേഷണം വേണം, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇക്കാര്യത്തിൽ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ SDP താൽക്കാലികമായിട്ടെങ്കിലും അവരെ മാറ്റി നിർത്തേണ്ടതല്ലേ? അവരെ വെള്ളപൂശുകയാണോ ചെയ്യേണ്ടത്? എല്ലാവർക്കും ഇതൊരു പാഠമാകണം, ഒരു മെസ്സേജ് ആകണം. നേരത്തെയും ഇത്തരം സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നിയമവ്യവസ്ഥയ്ക്ക് വെല്ലുവിളിക്കുന്ന രീതിയിൽ ആരുടെയും പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ SDP ചെയ്യേണ്ടതെന്താണ്? അവരെ പൂർണ്ണമായും അങ്ങ് ചേർത്ത് പിടിക്കാതെ, നിഷ്കളങ്കരാക്കാതെ പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി താൽക്കാലികമായി എടുക്കട്ടെ എന്നങ്ങനെ ഒരു സമീപനം എന്തുകൊണ്ട് SDP ജില്ലാ പ്രസിഡന്റായി താങ്കൾക്ക് പോലും ഉണ്ടാകുന്നില്ല? ഇതുവരെ നമുക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, ലഭ്യമായ നമുക്ക് വിവരം കിട്ടിയ സാഹചര്യത്തിൽ ഈ 3 കുട്ടികളും, അറസ്റ്റ് ചെയ്യപ്പെട്ട 3 കുട്ടികളും പറഞ്ഞോളൂ, കേൾക്കാം ശ്രീ ബഷീർ. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 3 കുട്ടികളും നിരപരാധികളാണ്. അവർ വളരെ സതുദ്ദേശപരമായി ഇടപെട്ടൊരു സംഗതി. കൈവച്ചിട്ടേ ഇല്ല, ഈ യുവാവിനെ കൈവച്ചിട്ടേ ഇല്ല, കൈകാര്യം ചെയ്തില്ല. സാരോപദേശം നൽകുകയായിരുന്നു, ഈ പെൺകുട്ടിയും സാരോപദേശം നൽകുകയായിരുന്നു, നല്ല ഭാഷയിൽ സംസാരിച്ചു, നല്ല സൗമനസ്യത്തോടുകൂടി അവരെ കൊണ്ടുപോയി. ഇതാണോ SDP ചെയ്തത് ശ്രീ ബഷീർ? ഞാൻ പറഞ്ഞത് ഇതിന് ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ബോധപൂർവം SDP ഈ വിഷയത്തിലേക്ക് വലിച്ചേക്കരുത്. നിങ്ങൾ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. SDP ഇതിന് പങ്കുമില്ല. ഒരു നാട്ടിൽ നടന്നൊരു സംഭവം, യഥാർത്ഥ അവർ കുടുംബക്കാർ ഇടപെട്ട സംഗതി. ഓഫീസിൽ വെച്ചാണ്, പാർട്ടി ഓഫീസിൽ വെച്ചാണ് ഈ മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടാകുന്നത്, ഈ പെൺകുട്ടിക്ക് മുറിവേൽക്കുന്നത്, മാനസികമായി മുറിവേൽക്കുന്നത്. അപ്പോൾ SDP ഇതിൽ ഭാഗവാക്കാണ്. മാത്രമല്ല ഒരു കാര്യം ശ്രീ ബഷീർ, അങ്ങനെയെങ്കിൽ ശ്രീ ബഷീർ ഒരു കാര്യം അങ്ങനെയെങ്കിൽ SDP ഈ ഓഫീസ് ദുരുപയോഗം ചെയ്ത ആളുകൾക്കെതിരെ നടപടിയെടുക്കൂ. നിങ്ങൾ അതിനെ തള്ളി പറയൂ, ഞങ്ങളുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തു. ഈ വിഷയത്തിൽ അവിടെ ഒരു പെൺകുട്ടി, ഇനി വർഷങ്ങളോളം ജീവിക്കേണ്ടിരുന്ന ഒരു പെൺകുട്ടി ഈ ഭൂമിയിൽ ഇല്ലാതായിരിക്കുന്നു. അങ്ങനെയെങ്കിലും ഒരു മനസ്സലിവുണ്ടായിട്ട് തള്ളിപ്പറയണം ശ്രീ ബഷീർ. അല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഫാക്റ്റിനെ വളച്ചൊടിക്കരുത്. അല്ല, ഫാക്ട് അങ്ങ് കുറെ നേരം കൊണ്ട് പറയുന്നത് എന്ത് ഫാക്ട് എന്താണ് ഇതിൽ? ഇതിനെ വളച്ചൊടിക്കരുത്. ഇവിടെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ നോക്കൂ, 3 SDP പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലുള്ള ഈ മധ്യസ്ഥ ചർച്ചയിലുണ്ടായ യുവതിയുടെ പിതാവ് മഹമ്മൂദ്, അതുപോലെ തന്നെ യുവതിയുടെ സഹോദരൻ റനില്, മഹറൂഫ് യുവതിയുടെ പിതാവിന്റെ അനുജൻ, TP മുസ്തഫ മുസ്ലിം ലീഗിന്റെ ധർമ്മടം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി, റയീസ്, അതുപോലെ കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ കോൺഗ്രസിന്റെ മെമ്പർ അഷ്റഫ് തുടങ്ങിയ ആളുകളാണ് ഈ മധ്യസ്ഥത്തിലുണ്ടായത്. എന്റെ SDP നാട്ടുകാർ ഇടപെട്ട ഒരു വിഷയത്തിൽ എന്റെ SDP പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്ത് അതൊരു സദാചാര വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഈ കുട്ടിയുടെ അഭിമാനമല്ലേ സംരക്ഷിക്കേണ്ടത്? ഈ കുട്ടി വളരെ പാവപ്പെട്ട ഈ കുട്ടിയുടെ നിലപാടുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടി എന്റെ പൊന്നു ബഷീറെ, ഈ ഭൂമിയിൽ ആ പെൺകുട്ടി ജീവിച്ചിരുന്നേനെ. അപ്പോൾ കൊന്നൊടുക്കിയതിന് തുല്യമായ ഒരു അവസ്ഥ സൃഷ്ടിച്ച് ഇങ്ങനെ വന്നിരുന്ന് നമ്മൾ ന്യായീകരിക്കില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ല ഒരു തെല്ല് പോലും അങ്ങ് ബാക്കിയുള്ള നിങ്ങൾ അണികളെങ്കിലും പറയണം. നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ട്, ആ നിയമത്തിന്റെ വഴിക്ക് നമ്മൾ സഞ്ചരിക്കണം. അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ജാഗരൂകരായിട്ട് എന്താണെന്ന് കേട്ടുകൊണ്ട് ഒരാളുടെയും മനസ്സ് എടുക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. ഒരാളുടെ പുറത്ത് കൈവയ്ക്കാനുള്ള അധികാരമില്ല, ആൾക്കൂട്ട വിചാരണ ചെയ്യാനുള്ള അധികാരമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ആമുഖമായിട്ട് പോലും ബഷീർ പറയാതെ പോയതെന്നത് വളരെ ഖേദകരമാണ്. അപ്പോൾ നൽകുന്ന സന്ദേശം എന്താണ്? നേരത്തെ അഫ്സൽ പറഞ്ഞതുപോലെ SDP ഇങ്ങനെ ഒരു അധികാരം ഒരു ഡൈനാസ്റ്റി പോലെ പെരുമാറുകയാണോ? അത് മലപ്പട്ടം നിങ്ങൾ കണ്ടല്ലോ, അഫ്സൽ പറയുന്നു. സദാചാര പ്രസംഗം അഫ്സൽ നടത്തുമ്പോ മലപ്പട്ടോ എന്താ സംഭവിച്ചെന്ന് അഫ്സൽ പറയട്ടെ.
ഒരു മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രവർത്തിപ്പിക്കാൻ പറ്റാതെ കണ്ണൂർ ജില്ലയിൽ എത്ര ഗ്രാമങ്ങളുണ്ട്? എന്നിട്ട് അഫ്സൽ സദാചാർ പ്രസംഗിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് STPI എന്ന് പറയും. ഈ പറമ്പായിലെ വിഷയത്തെയും സാമീകരിക്കുന്ന നിങ്ങളെ സമ്മതിക്കണം. നിങ്ങളെന്നാ പറയുന്നത് ഞാൻ പറഞ്ഞത് STPIക്കെതിരെ നിങ്ങൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അഫ്സലിന്റെ പാർട്ടിയെ നോക്കണോ? സുഹൃത്തെ, ഈ പറയുന്ന നിങ്ങൾ അതിന്റെ അന്വേഷണം നടത്തുക. നമ്മളല്ല, ഈ കൊല്ലപ്പെട്ട ആത്മഹത്യ ചെയ്തിട്ടുള്ള റസീനയുടെ ആത്മഹത്യാ കുറിപ്പിലാണ് നിങ്ങളുടെ ക്രൂരമായ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആത്മഹത്യക്കുറിപ്പിൽ STPI പ്രവർത്തകരുന്നുണ്ടോ? സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എന്താ ചൂണ്ടിക്കാണിക്കുന്നത്? ബഷീർ, ആരോപണ വിചാരം മറ്റാരും പുറത്തുനിന്ന് ആരുമില്ലല്ലോ, മറ്റ് പാർട്ടിക്കാരുമില്ലല്ലോ, ഈ പറയുന്ന ആളുകളല്ലേ ഉള്ളൂ. ആളുകളാണല്ലോ വന്നത്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ മർദ്ദനം പറ്റുന്നത് പിന്നെ ആരെ കുറിച്ചാണ് പറയുന്നത്? അറസ്റ്റ് ചെയ്ത 3 ആളെ STPI ആണ്. നിങ്ങൾ സമ്മതിച്ചു. അതോടൊപ്പം തന്നെ ഇത് ചർച്ച നടത്തിയത് ഈ പറയുന്ന STPI ഓഫീസിലാണ്. നിങ്ങൾ അതും സമ്മതിച്ചു. പിന്നെ ഇപ്പൊ ഉപ്പയും അവരുടെ കുടുംബവും അവിടെ വന്നതിനെ സംബന്ധിച്ചാണ്. ശ്രീ ബഷീർ, എന്തായാലും സമയക്കുറവുള്ളതുകൊണ്ട് ശ്രീ ബഷീർ ഒരു കാര്യം, ഈ അന്വേഷണത്തോട് സഹകരിക്കുമോ? പോലീസ് പറഞ്ഞതുപോലെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 3 പേരല്ല, ഇനിയുമുണ്ട് പ്രതികൾ. അങ്ങനെയെങ്കിൽ ആ പ്രതികളിലേക്ക് എത്തണം. എന്താണ് സംഭവിച്ചെന്ന് അറിയണം. ഈ പെൺകുട്ടിയെ പോലെ മറ്റൊരു പെൺകുട്ടി ഇനി ഉണ്ടാകാൻ പാടില്ല. സദാചാര ഗുണ്ടായിസം, സദാചാര പോലീസിംഗ് നടത്തുന്ന ചില പകൽമാന്യന്മാർക്ക് ഇതൊക്കെ ഒരു പാഠമാകണമെങ്കിൽ ഇതിലൊരു ഉത്തരമുണ്ടാകണം. ആ അന്വേഷണത്തോട് നിങ്ങൾ സഹകരിക്കുമോ ശ്രീ ബഷീർ? മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 100% അന്വേഷണത്തോട് 100% സഹകരിക്കും. പോലീസ് കൃത്യമായി അന്വേഷിക്കണം. പോലീസ് കൃത്യമായി അന്വേഷിക്കുക വഴിയല്ല. ഇന്ന് ഉമ്മ ACPക്ക് മുമ്പിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം പോലീസ് നടത്തേണ്ടതുണ്ട്. യഥാർത്ഥ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരണം. ഈ റസീനയുടെ ആത്മഹത്യയിലേക്ക് കാരണമായ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ ഇതിനെ സദാചാര സംഗതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുന്ന അത്തരം സംഗതികൾ ആവർത്തിക്കാൻ പാടില്ല. ഈ ആരോഗ്യകരമായ സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നമ്മൾ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ തടയുന്ന ഒരു പ്രസ്ഥാനമല്ല. രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ 52 വെട്ടുകൾ വെട്ടി കൊന്ന പ്രസ്ഥാനമല്ല. ഇത് വളരെ ഒരു സാമൂഹിക ബാധ്യതയോടുകൂടി തന്നെ പറയാണ്. ഇത്തരം പ്രവണതകൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. അന്വേഷണം നടത്തണം. തീവ്രവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾ എന്ത് ക്ലാസ്സാണ് ഇവിടെ എടുക്കുന്നത്? എന്ത് വൃത്തികെട്ട പ്രവർത്തനങ്ങൾ അവിടെ നിങ്ങൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം. എന്തായാലും നമുക്ക് സങ്കീർണമായി കൊണ്ടുപോകാനുള്ള സമയമില്ല. വളരെയധികം നന്ദി ശ്രീ അഫ്സൽ, DYFI ജില്ലാ പ്രസിഡന്റാണ്. ഒപ്പം ബഷീർ കണ്ണാടിപ്പറമ്പ് SDP ജില്ലാ പ്രസിഡന്റുമാണ് ഈ സംഭവത്തിൽ പ്രതികരണം നടത്തിയത്.